നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദുകൾ സംസാരിക്കുന്നു. ആദരവോടും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വോട്ടർമാരെ, സഹോദരങ്ങളെ, അല്ലാഹു തആല സത്യത്തിന് വിജയം നൽകുമാറാവട്ടെ. ഈ പരിപാടിയുമായി സഹകരിച്ച് ഇവിടെ സ്ഥിരമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ള വാഹന ഉടമകൾ, ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾ, ഇതിന്റെ പരിസരത്തുള്ള കച്ചവടക്കാർ, ഇതിന്റെ പരിസരത്തുള്ള ഓഫീസേഴ്സ്, അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട യാത്രക്കാർ, എല്ലാ സുഹൃത്തുക്കളോടും ഈ മാർച്ചിനോട് സഹകരിച്ച് നിങ്ങളെല്ലാം വണ്ടികൾ ഒതുക്കിയും അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ സൗകര്യം ചെയ്തു തന്നും ആ പെട്രോൾ പമ്പിലും മറ്റുമൊക്കെ ഞങ്ങളെ പ്രവർത്തകർക്ക് നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. തൊട്ടടുത്തുള്ള കച്ചവടക്കാരെല്ലാം സഹകരിച്ചു. എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് മാഷ കക്കാട് ആവശ്യമായ വിഷയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ വഖഫ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ആമുഖം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരു മുസ്ലിം വ്യക്തി അദ്ദേഹത്തിന്റെ പാരത്രികമായ മോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥിരമായോ സ്ഥാവര ജംഗമ സ്വത്തുക്കളായി വഖഫ് നൽകുന്ന സ്വത്തിനാണ് വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. പ്രവർത്തകർ പരിസരത്തുള്ള എല്ലാവരോടും പരമാവധി സഹകരിച്ചു കൊടുക്കണം. ഒക്കെ കച്ചവടക്കാരും മറ്റുമായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ഈ വഖഫ് ആ സ്റ്റേജിന്റെ വലഭാഗത്ത് കടകൾക്ക് മുന്നിലുള്ള ആളുകൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. കച്ചവടക്കാർക്കും വരുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ വഖഫ് ഏതാണെന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരിലെ ചേരമാൻ മസ്ജിദാണ്. അതാണ് ആദ്യത്തെ വഖഫ്. ഇപ്പോൾ കലക്ട്രേറ്റിൽ മാർച്ച് നടത്തുന്ന ആളുകൾ അതിനും അവകാശവാദം ഉന്നയിക്കുന്നുവെന്ന വിഡ്ഢിത്തം മനസ്സിലാക്കാൻ നമ്മൾ കേരളത്തിലെ ആദ്യത്തെ വഖഫാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വഖഫാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ആ ചേരമാൻ മസ്ജിദ് പോലും ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർക്കണം, കേരളത്തിൽ സുന്നി വിഭാഗം രണ്ടായി പിളർന്നപ്പോൾ പലപ്പോഴും ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കെട്ടടങ്ങി അവർക്ക് അവരുടേത്, നമുക്ക് നമ്മുടേത്. അതേപോലെ തന്നെ ഇടക്കാലത്ത് പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടപെട്ട് കോടതിയും അതേപോലെ തന്നെ പോലീസും നാട്ടുമധ്യസ്ഥവും ഒക്കെ പ്രകാരം രണ്ട് വിഭാഗം സുന്നികളും ഒരുമിച്ച് നടത്തുന്ന കേന്ദ്രങ്ങൾ, ഭൂരിപക്ഷമുള്ളവർ അവര് നടത്തുന്നത്, നമ്മൾ നടത്തുന്നത്, ഇങ്ങനെയെല്ലാം നടന്നു പോരുമ്പോൾ ഇപ്പോൾ എങ്ങനെ 2 വർഷമായി വീണ്ടും ഇത്രയും രൂക്ഷമായ അവസ്ഥ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, കാസർഗോഡ് വെച്ചുകൊണ്ട് SK ചേളാരി വിഭാഗത്തിന്റെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പാസാക്കിയിരിക്കുന്ന പ്രമേയവും അവരെ അണികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളതും എന്താണെന്നറിയാമോ? നമുക്കൊക്കെ അറിയാം. അവരെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആ പ്രഖ്യാപനത്തിൽ അവർ പറഞ്ഞു, എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? തീർച്ചയായും ഓരോ പള്ളികളിലേക്കും അവരുടെ സ്റ്റഡി ലഭിച്ചിരിക്കുന്ന ഖതീബുമാരെയും സദറുമാരെയും നിശ്ചയിച്ചുകൊണ്ട് 2 വിഭാഗം ഒരുമിച്ച് നടത്തുന്നതാണോ അവിടെ നിന്ന് AP വിഭാഗത്തെ പുറത്താക്കുക എന്ന തീരുമാനം പരസ്യമായ സമ്മേളനത്തിൽ ഇവർ പ്രഖ്യാപിച്ചു. 1. 2, AP വിഭാഗം സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണെങ്കിൽ ആ പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഭൂരിപക്ഷം തകർക്കുന്നതിന് ആവശ്യമായത് ചെയ്യുക. 3, AP വിഭാഗക്കാരാൽ സ്ഥാപിതമായ പള്ളികളും മദ്രസകളുമാണെങ്കിൽ അതിന്റെ സുഗമമായ നടത്തിപ്പിന് തടസ്സമുണ്ടാക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ചേളാരിക്കാരുടെ സമ്മേളനം കാസർഗോഡ് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പള്ളികളിലും മദ്രസകളിലും ഈ പ്രശ്നങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണകൂടം മനസ്സിലാക്കണം, നിയമപാലകർ മനസ്സിലാക്കണം.
ഇത് അതിന്റെ യഥാവിധിക്ക് ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവരുടെ കാൽക്കൽ ചെല്ലുമ്പോൾ മാന്യതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണ് ഈ പ്രവർത്തകർ തെരുവിലിറങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഒരു സൂചന മാത്രമാണ്. ഞങ്ങൾ തീർച്ചയായും കേരളത്തിൽ സമാധാനത്തോടുകൂടെ ഈ കാര്യം നടത്തിക്കൊണ്ടു പോകുമ്പോൾ ഞങ്ങൾക്കെതിരെ പലപ്പോഴും അപശബ്ദങ്ങളും കൊലപാതകങ്ങളും ഞങ്ങളെ പ്രവർത്തകർ രക്തസാക്ഷികളായതും ഷഹീദായതുമെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. അന്നൊന്നും വാടിയിട്ടില്ലാത്ത, തളർത്തിട്ടില്ലാത്ത ഈ പ്രസ്ഥാനത്തെ തളർത്താമെന്ന വ്യാമോഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വേണ്ട. അത് ചേളാരിക്കാരി വിചാരിക്കേ വേണ്ട. അഹ്ലുസുന്ന വൽ ജമാഅ അതിവിടെ പിളർപ്പ് നേരിട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പ്രചോദനമായത് നമ്മുടെ നേതാക്കളുടെ ആഹ്വാനങ്ങളും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ്. ചില വസ്തുതകൾ പറയട്ടെ. നിലവിലുള്ള വഖഫ് ബോർഡ് 1954 ഇന്ത്യൻ വഖഫ് നിയമം ആദ്യമായി നിലവിൽ വരുന്നത്. അത് 1960 കേരളത്തിൽ നടപ്പാക്കുന്നത്. വഖഫ് നിയമം ഭേദഗതിയോട് കൂടെ വീണ്ടും നിലവിൽ വരുന്നത് 1995 1997 കേരളത്തിൽ വഖഫ് ബോർഡ് പ്രാബല്യത്തിൽ വരുന്നത്. പ്രാബല്യത്തിൽ വരുന്ന വഖഫ് ബോർഡ് അത് 5 വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കപ്പെടുക. ഇപ്പോൾ നിലവിലുള്ള ബോർഡ് അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. മുസ്ലിം പാർലമെന്റ് അംഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി, മുസ്ലിം പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് ഒരു പ്രതിനിധി. ആ പ്രതിനിധി നിലവിലുള്ള വഖഫ് ബോർഡിൽ വയനാട് MP കൂടിയായ MP ഷാനവാസാണ്. അദ്ദേഹം വഖഫ് ബോർഡിന്റെ ഓഫീസ് തന്നെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അത്രയും ഒരു വഖഫ് ബോർഡിന്റെ ഒരു മീറ്റിംഗിന് പോലും പോകാതെ. ഷാനവാസ് സാർ, നിങ്ങളെ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ എത്ര മദ്രസകളിൽ പ്രശ്നമുണ്ട്, എത്ര പള്ളികളിൽ പ്രശ്നമുണ്ട്? സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണുന്ന വോട്ടർമാരോട് അതിനെ സംബന്ധിച്ചൊന്ന് അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു മീറ്റിംഗിനെങ്കിലും പോയി സഹകരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ സ്ഥാനത്ത് തുടരുന്നത് മാന്യതയാണോ എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരമാണ്, അത് ഞങ്ങളുടെ നീതിയുടെ ഭാഗമാണ്, അത് ഞങ്ങൾ ചോദിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോട് കോൺഗ്രസിനെ ആക്ഷേപിച്ചു എന്നാരും ഞങ്ങളെ പറ്റി പറയേണ്ടതില്ല. ഞങ്ങൾക്ക് കോൺഗ്രസിനെ പ്രത്യേകം എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യവും ഇല്ല. മറിച്ച് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ ഷാനവാസ് സാർ ഒരിക്കൽ പോലും ഒരു മീറ്റിംഗിന് പോവുകയോ ഇത്രയും ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകളെ വരുത്തി അടുത്ത മീറ്റിംഗിന് ഞാൻ പോകുന്നുണ്ട്, അതിന് മാന്യമായ ഒരു തീരുമാനമെടുത്തു തരാം എന്നൊരു മര്യാദ പറയുകയോ ചെയ്യാത്ത വീഴ്ച അദ്ദേഹത്തെ ഉണർത്താതിരിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ അംഗം സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള 2 അംഗങ്ങളാണ്. പിന്നീടുള്ള 2 അംഗങ്ങൾ, ഒന്ന് ടി അഹമ്മദ് കബീർ മങ്കട MLA, മറ്റൊന്ന് ഷംസുദ്ദീൻ മണ്ണാർക്കാട് MLA. ഷംസുദ്ദീനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ 2 പൗരന്മാരെ, 2 സുന്നി കുട്ടികളെ, ഒരു വീട്ടിൽ നിന്ന് 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി വെട്ടി നുറുക്കി അവരുടെ ശരീരത്തിലെ മാംസം ഇങ്ങനെ ഉലഹിയത്തിന് വെട്ടിയതുപോലെ കുന്നുകൂട്ടിയിട്ടിട്ട് ആ ചെറുപ്പക്കാരുടെ മാതാവും പ്രായമുള്ള മാതാവും വിധവയായ ഭാര്യമാരും യതീമായ മക്കളും അവർക്ക് സഹിക്കാൻ കഴിയാതെ ആർത്തിരമ്പിയപ്പോൾ മണ്ണാർക്കാട് പട്ടണം മുഴുവനും വിതുമ്പുകയായിരുന്നു. എന്നിട്ട് പോലും ആ വീട്ടിലൊന്ന് പോയി ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു മൂലിയാണ് ഷംസുദ്ദീൻ MLA. ഇന്നിപ്പോൾ അദ്ദേഹം ഞങ്ങളെ പ്രവർത്തകരുടെ മുമ്പിലേക്ക് വോട്ട് ചോദിച്ചു വന്നാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളോട് ഷംസുദ്ദീനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഷംസുദ്ദീനെ തന്നെ ധിക്കാരപരമായി അവിടെ മത്സരിപ്പിക്കാൻ നിൽക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ വികാരം ഒരു വോട്ടേ ഉള്ളുവെങ്കിൽ അത് രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ അഭിമാനമാണത് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഷംസുദ്ദീനാണ് രണ്ടാമത്തൊരു വോട്ട്. രണ്ടാമത്തൊരു നിയമസഭയിൽ നിന്നുള്ള 2 പ്രതിനിധികൾ ഒരാൾ. നിങ്ങൾ ഓർത്തു നോക്കൂ സഹോദരങ്ങൾ, ഷംസുദ്ദീൻ മെമ്പറായ ഒരു കമ്മിറ്റിയിൽ നിന്ന് സുന്നികൾക്ക് നീതി ലഭിക്കുമോ? മരണപ്പെട്ട ആ ഷഹീദായ ആ വീട്ടിൽ പോയി ആ വല്യമ്മാനെ സമാധാനിപ്പിക്കാൻ പോലും ദയ തോന്നിക്കാത്ത ഒരു മനുഷ്യൻ വഖഫ് ബോർഡിൽ മെമ്പറായിരിക്കാൻ അർഹതയുണ്ടോ? ഇദ്ദേഹത്തെ തന്നെ വെച്ചുകൊണ്ട് പോകാനാണോ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് വികാരമാകും. ആ വികാരത്തിന്റെ പ്രതിഫലനം ഇവിടെ കാണുക തന്നെ ചെയ്യും. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തേ ചേളാരിക്കാർക്ക് ഷംസുദ്ദീനെ കൊണ്ടുവന്നൂടെ ഇന്നത്തെ അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ?
ചേളാരിക്കാരുടെ ഒരു മാർച്ച് നടക്കുകയാണത്ര കലക്ടറേറ്റിലേക്ക്. പാണക്കാട്ട് നിന്നുള്ള ഓരോ കുട്ടികളും നിങ്ങളെ ഉദ്ഘാടനത്തിന് വരാറുണ്ടല്ലോ. ഇന്ന് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണേണ്ടതുണ്ട്. എന്തേ ഉദ്ഘാടനത്തിന് പാണക്കാട്ട് കുട്ടികളില്ലേ? എല്ലാറ്റിന്റെയും ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങളെയാണല്ലോ വിളിക്കാറുള്ളത്. ഞങ്ങൾക്കതിൽ സന്തോഷമാണ്. പാണക്കാട് കുടുംബം തറവാടിത്തമുള്ള അഹ്ലു ബൈത്താണ്. ഞങ്ങളവരെ കൈപിടിച്ച് മുത്തും. അത് അഹ്ലു ബൈത്തിനുള്ള ബഹുമാനമാണ്. പക്ഷേ തങ്ങളവർകൾ ഇരിക്കുന്ന കസേരയെ മാനിക്കാത്തതിന്റെ വികാരം അതെപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഞങ്ങൾ പാണക്കാട്ടെ കുറ്റപ്പെടുത്തി എന്ന ഒറ്റ വാക്ക് മാത്രം പറയല്ല, വസ്തുതാപരമായി പഠിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, സംസ്ഥാന കൗൺസിലിൽ നിന്നുള്ള അംഗമാണ്. സംസ്ഥാന ബാർ കൗൺസിലിൽ നിന്നുള്ള അംഗങ്ങൾ അതാരാണ്? ഒന്ന് അഡ്വക്കേറ്റ് ശംസുദ്ദീനാണ് ബാർ കൗൺസിലിൽ നിന്നുള്ള ഒരു അംഗം. ഷറഫുദ്ദീനാണ് ഒരു അംഗം. മറ്റൊന്ന് ബാർ കൗൺസിലിൽ നിന്നുള്ള അംഗം ഷറഫുദ്ദീൻ സാഹിബാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വഖഫുകൾക്കാണ് മുത്തവല്ലിമാരിൽ നിന്നും വോട്ടവകാശം ഉണ്ടാകുക. അത് പ്രകാരം വന്നിരിക്കുന്ന 2 മെമ്പർമാർ. ഒന്ന് നേരത്തെ പറഞ്ഞ MC മായിൻ ഹാജി നല്ലണം. പ്രിയപ്പെട്ട ഹാജിയാരെ, നാളെ ആഖിറത്തേക്ക് ഈ കട്ടുകൊണ്ടുപോയ പള്ളി മുഴുവനും ഏറ്റിയിട്ട് വരേണ്ട ഗതികേടിന് ഇനിയും നിൽക്കണോ ആചാരെ? നാളെ ആഖിറത്തിൽ കട്ട സാധനമൊക്കെ കൊണ്ടുവരേണ്ടി വരൂലേ ആചാരെ? ഈ പാവപ്പെട്ടവരെ പള്ളി, നാട്ടുകാരാൽ സ്ഥാപിതമായ പള്ളി, നാട്ടുകാർ വിയർപ്പൊക്കെ ഉണ്ടാക്കിയ പള്ളി, ആലിമ്യങ്ങള് ഒരു കോഴിമുട്ട ലേലം ചെയ്തിട്ട്, ഒരു മൈസൂർ പഴം ലേലം ചെയ്തിട്ട് പാതിരാവ് വരെ ഉറങ്ങാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന പള്ളി, ചേളാരിയിലെ മൂന്ന് മുക്കൂലികൾ വന്നിട്ട് നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കുന്ന ഈ വിഭാഗത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവർക്ക് കൂട്ടുനിന്നിട്ട് ആചാരെ മഹശറിക്ക് പള്ളിയൊക്കെ പാടെ ഏറ്റി വരാൻ നിൽക്കണോ? മദ്രസ മുഴുവനും ഏറ്റി വരാൻ നിൽക്കണോ? ഇതിനൊക്കെ കൂട്ടുനിൽക്കണോ എന്ന് MC മായിനാജിയോട് ഞങ്ങൾ ചോദിച്ചാൽ അത് ഞങ്ങളുടെ വികാരം മാത്രമല്ല, നീതിക്ക് വേണ്ടിയുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന് വരികയാണെങ്കിൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, മറ്റൊന്ന് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ തലശ്ശേരി. സൈനുദ്ദീൻ തലശ്ശേരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലീഗും മുജാഹിദും കയറ്റവും വളവും കൂടിയാണെങ്കിൽ ഡ്രൈവർ ഒരു ഗതിയോട് നോക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് സൈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അയാളെ രീതി? അയാൾ കടുത്ത വഹാബി, അതോടുകൂടെ ലീഗും കയറ്റവും വളവും കൂടിയായ പിന്നെ അതിന്റെ സ്ഥിതി ഞങ്ങൾക്ക് പറഞ്ഞു തരണോ? അതാണ് സൈനുദ്ദീൻ. ഈ സൈനുദ്ദീനെ വെച്ചുകൊണ്ട് ഈ വഖഫ് ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ എവിടെയാണ് നീതി ലഭിക്കുക? ഞങ്ങളെ പ്രവർത്തകരോട് സൈനുദ്ദീൻ പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. കരുളായിലെ ഒരു മദ്രസ കേസ് വർഷങ്ങളായി, എത്ര വർഷം? 2007 തുടങ്ങിയതാണ്. അതിന് നീതിക്ക് വേണ്ടി എല്ലാ കോടതികളും അവിടെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും വഖഫ് ബോർഡ് സൈനുദ്ദീന്റെ ദാസ്യത്തിൽ കുടുങ്ങി. അവിടെ ആ പ്രശ്നം തീരാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊണ്ട് ആ വിഷയം ഉണർത്താൻ വേണ്ടി പോകുമ്പോൾ സൈനുദ്ദീന്റെ ഭാഷ അയാളെ ഭാര്യയോടോ അയാളെ കുട്ടികളോടോ തറവാട് സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ പറയേണ്ട രീതിയിലാണ് അദ്ദേഹത്തിന്റെ മലയാളം. അഡ്വക്കേറ്റ് സാർ, ഇത് നിങ്ങളെപ്പോലൊരു മാന്യന് ചേർന്ന ഭാഷയാണോ സാർ? നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഞങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശൈലി, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ മനസ്സിലാക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വളർന്നിട്ടുണ്ട് എന്ന കാര്യം സൈനുദ്ദീനെയും അയാൾക്ക് കയറി വരാൻ കോണി വെച്ചു കൊടുത്തവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇനി അതിലുള്ള 2 മുസ്ലിം സംഘടനാ പ്രതിനിധികൾ. ഒന്ന് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മർഹൂം PMSA പൂക്കോയ തങ്ങൾ പാപ്പയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി. ഞങ്ങൾക്ക് പറയാനുള്ളത്, തങ്ങളുപ്പാപ്പ, നിങ്ങളെ ഉപ്പാപ്പ, അവരെ ഉപ്പാപ്പ, 34ാമത്തെ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബിയുടെ പേരക്കിടാവായ പൊന്നാര തങ്ങളുപ്പാപ്പ, നിങ്ങളെ കാൽക്കൽ ഞങ്ങൾ വന്നില്ലേ? ഈ ആലിമ്യങ്ങളെ തെരുവിലിറക്കരുത് എന്ന് പറഞ്ഞില്ലേ? വഖഫ് ബോർഡിനെ കുറിച്ച് സംസാരിച്ചില്ലേ? കാമ എന്നൊരക്ഷരം ഞാനത് പഠിക്കട്ടെ, ഞാനത് പ്രശ്നം ഒരു കാമ എന്നൊരക്ഷരം ഉരിയാടാതെ ഈ പ്രവർത്തകരെ തിരിച്ചയച്ചതിന് പുറമെ തങ്ങളുപ്പാപ്പ നിങ്ങളിരിക്കുന്ന കസേരയിൽ വെച്ചുകൊണ്ട് അനീതിക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഉപ്പാപ്പയെ ഒന്ന് ഓർക്കണ്ടേ എന്ന് ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പാണക്കാട്ടുകാർക്കെതിരെ, ഞങ്ങൾ തങ്ങന്മാർക്കെതിരെ, തങ്ങന്മാരെ ആദരിക്കാൻ ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട. ഒരു തങ്ങൾ മാത്രമല്ല കേരളത്തിലുള്ളത്, 30 ശതമാനം തങ്ങളെ പരമ്പരയുണ്ട്. ഈ
ഈ ഇരിക്കുന്നതൊക്കെ തങ്ങന്മാരാണ്. ജമലുല്ലൈലി സാദാത്യങ്ങൾ, ബുഖാരി സാദാത്യങ്ങൾ, അഹ്ദലി സാദാത്യങ്ങൾ, അതുപോലെ തന്നെ ബാഫക്കി സാദാത്യങ്ങൾ, ശിഹാബുദ്ദീൻ സാദാത്യങ്ങളെ പരമ്പരയുണ്ട്. ഞങ്ങൾ ഒരു തങ്ങളെ മാത്രം പിടിച്ചിട്ടല്ല, ഉപ്പാപ്പാന്റെ മുത്തുനബിയുടെ എല്ലാ മക്കളെയും പിടിച്ചുകൊണ്ട് ആഖിറം സമ്പാദിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തങ്ങൾ പാപ്പ നടുറോട്ടിൽ നിങ്ങളെ പേര് പറയിപ്പിക്കുന്ന തരത്തിലുള്ള മോശപ്പെട്ട കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത് തറവാടിന്റെ മാന്യത കാക്കലാണെന്ന് സ്നേഹബുദ്ധി ഉണർത്തുകയാണ്. മറ്റൊരാള് അബ്ദുള്ള കോയ മദനിയാണ്. അബ്ദുള്ള കോയ മദനി എന്ന് പറഞ്ഞാൽ KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇപ്പൊ ഇത്രയും അംഗങ്ങളെ വായിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിലൊരു മാന്യമര്യാദയോടുകൂടെ ആരാണ് ഈ കാര്യങ്ങൾ നടത്തുന്ന പേരുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മുസ്ലിം വനിതാ പ്രതിനിധികൾ 2013 വഖഫ് ആക്ട് ഭേദഗതി പ്രകാരം വനിതാ പ്രതിനിധികൾ വേണം. അതനുസരിച്ച് അഡ്വക്കേറ്റ് ഫാത്തിമ റോഷന ഒരു മാന്യതയുള്ള പെൺകുട്ടിയാണ്. ആ അഡ്വക്കേറ്റ് പലപ്പോഴും അവിടെ കേസ് നടക്കുമ്പോഴെല്ലാം അവരുടെ നീതിയുടെ ഭാഗം എന്റെ വിയോജനക്കുറിപ്പെങ്കിലും രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പലപ്പോഴും നമുക്ക് റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തത് അഡ്വക്കേറ്റ് ഫാത്തിമ റോഷന. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഡ്വക്കേറ്റ് ഫാത്തിമ റോഷനെയാണ് ഞാൻ പറഞ്ഞത്. ആ മഹതി പലപ്പോഴും നമുക്ക് അനുകൂലമായെന്നല്ല, നീതിയുടെ പേരിൽ പലപ്പോഴും അവരുടെ ശബ്ദം അവിടെ വിയോജനക്കുറിപ്പായി വന്നിട്ടുണ്ട്. അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാത്തിമ റോഷനയുടെ ആ നീതിപരമായ നിലപാട് പലപ്പോഴും സ്വാഗതാർഹമാണ്. ഷമീമ പദപ്പിൽ എന്നതാണ് KNM-ന്റെ മടവൂർ മുജാഹിദിന്റെ മറ്റൊരു പ്രതിനിധി. ആ ഷമീമയും അതുപോലെ തന്നെ സൈനുദ്ദീൻ, നിങ്ങൾ അറിയുമോ കേസുകളുടെ ഓരോന്നിന്റെ സ്വഭാവം? കേസ് കേൾക്കാൻ ഇവർക്ക് സമയം വേണ്ടേ? കേസിന് മാന്യമായ ഒരു നിലപാട് സ്വീകരിക്കണ്ടേ? പലപ്പോഴും ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ എന്താണ് സുന്നികൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? AP വിഭാഗത്തിന്റേതാണെങ്കിൽ അവിടെ കാലങ്ങളില്ലാതെ കേസ് നീട്ടിക്കൊണ്ടുപോവുക. നമ്മൾ വഖഫിലെ രജിസ്ട്രേഷന് വേണ്ടി ആവശ്യപ്പെട്ടാൽ അതിന് അംഗീകാരം നൽകാതെ അത് നീട്ടിക്കൊണ്ടുപോവുക. ജനറൽ ബോഡി വിളിക്കാൻ ഉത്തരവിട്ടാൽ ജനറൽ ബോഡി വിളിക്കാതിരിക്കുക. നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഏറ്റവും പ്രമാദമായ കേസ് നടക്കുന്ന തച്ചെണ്ണയിലും അതേപോലെ തന്നെ പള്ളിക്കൽ ബസാറും 2 സ്ഥലത്തും ഏകദേശം സമാനമാണ് കേസിന്റെ സ്വഭാവം. പക്ഷേ പള്ളിക്കൽ ബസാറിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി 10-20 വർഷമായി ആ രാജ്യത്ത് മുജാഹിദിന് വേറെ പള്ളിയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് വേറെ പള്ളിയുണ്ട്, അവർക്ക് ഖബർസ്ഥാനുണ്ട്. അവരൊക്കെ പിരിഞ്ഞു പോയിട്ട് കാലങ്ങൾ കഴിഞ്ഞു. അവരാരും സുന്നി പള്ളി മഹല്ലത്തിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല, അവരാരും വരിസംഖ്യ കൊടുക്കുന്നില്ല, അവരാരും അവിടെ മെമ്പർമാരുമല്ല. എന്നിട്ടോ വഖഫ് ബോർഡിന്റെ റിസീവർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്കൊക്കെ മെമ്പർഷിപ്പിന്റെ അംഗീകാരം കൊടുത്ത്, അവർക്കൊക്കെ വോട്ടവകാശം കൊടുത്ത്, ആ വിഭാഗത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കി അത് കൈവശപ്പെടുത്തുന്നതിനുള്ള കുൽസിത ശ്രമത്തിന്റെ ഭാഗമായി അവിടെ നോമിനേഷനും അവിടെ ഇലക്ഷനും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്കെല്ലാ ആനുകൂല്യങ്ങളും. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് മെമ്പർമാർക്ക് അംഗീകാരമില്ല, അവർക്ക് വിവിധ കേസുകൾ, അവരെ പറ്റി പരാതികൾ, അവരെ നാമിനേഷൻ പത്രിക സ്വീകരിക്കാതിരിക്കൽ തുടങ്ങി വളരെ നിസ്കാരപരമായിരിക്കുന്ന സമീപനമാണ് പള്ളിക്കൽ ബസാറിൽ നടക്കുന്നതെങ്കിൽ അതേ സമയത്ത് തച്ചെണ്ണയിൽ ഒരു ജനറൽ ബോഡി വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ തീർച്ചയായും ബഹുഭൂരിപക്ഷം വരുന്ന അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. വർഷങ്ങളായി നടന്നു വരുന്ന തച്ചെണ്ണയിലെ പള്ളിയും അവിടുത്തെ മദ്രസയും അവിടുത്തെ സ്ഥാപനങ്ങളും അവിടുത്തെ മഹല്ലും, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് സുന്നികളുടേത് മാത്രമാണ്. 40 അംഗങ്ങൾ ഉണ്ടായിരുന്നത് നേരത്തെ മുഴുവനും സുന്നികൾ മാത്രമാണ്. അങ്ങനത്തെ സ്ഥലത്ത് ജനറൽ ബോഡി വിളിക്കാൻ പറഞ്ഞിട്ട് പോലും വിളിക്കാൻ വഖഫ് ബോർഡ് തയ്യാറില്ല. പള്ളിക്കൽ ബസാറിൽ വിളിച്ച് വിധി എഴുതി വെക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഈ ഇരട്ടത്താപ്പ് നയം ഇനിയും തുടരാമെന്ന് തങ്ങൾ പാപ്പ ഒപ്പിടാൻ വിചാരിക്കണ്ട. നടക്കൂല കേട്ടോ, നടക്കൂല. ഞങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ നിയമം പറയുന്നുണ്ട്, ഞങ്ങൾക്കും ഇതൊക്കെ നല്ല പോലെ ബോധ്യമുണ്ട്. തീർച്ചയായും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നടന്നതൊക്കെ വോട്ടവകാശമുള്ള ഇന്ത്യയിലെ കേരളത്തിലെ ചെറുപ്പക്കാരാണ്. ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ. തീർച്ചയായും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ നടുറോട്ടിൽ വെച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നോ, മെഹ്റാബിൽ നിന്ന് ഞങ്ങളെ വലിച്ചിട്ട് ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു. ഞങ്ങളൊരു പ്രവർത്തകൻ മിമ്പറിലേക്ക് ഖുത്ബ ഓതാൻ കയറുമ്പോൾ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് പഴയ കാലത്ത് ഖുത്ബക്കാൻ കയറുമ്പം അയാളെ പിടിച്ച് താഴെ ഇറക്കി. അയാൾ പുറത്ത് നിന്നിട്ട് പറഞ്ഞു, ഓരോരോ വെള്ളിയാഴ്ച ഓരോരോ പള്ളിക്ക് ഖുത്ബ ഓതിയാലും നിങ്ങൾ വിചാരിച്ചത് പറയാൻ കിട്ടൂല.
ഇന്ന് ആ മണ്ഡലം തന്നെ അല്ലാതെയായി. അതല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓർക്കണം, മെഹ്റാബിലേക്ക് കയറി നിൽക്കുന്ന മുസ്ലിയാരെ അവിടുന്ന് നേരത്തെ ചട്ടം കെട്ടി വെച്ചിരിക്കുന്ന കൃത്രിമ പണ്ഡിതനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി മെഹ്റാബിൽ നിന്ന് ആളുകളെ വലിച്ചിഴക്കുക. ഇവൻ പള്ളി കേന്ദ്രീകരിച്ച് വേണോ വോട്ട് നടത്താൻ? ജനാധിപത്യ വിശ്വാസികളിലെ എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങൾ ചോദിക്കുന്നു. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് അവർ വിജയത്തിലെത്തിയാൽ കോൺഗ്രസ് പാർട്ടിയാണ് അതിന്റെ ഭരണം തീരുമാനിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന്റെ ഭരണം തീരുമാനിക്കുന്നത്. ബിജെപിക്ക് വോട്ട് ചെയ്ത് അവർ വിജയിച്ചാൽ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. മറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാര്, ഈ ശംസുദ്ദീന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ശംസുദ്ദീന്റെ പാർട്ടിന്റെ വോട്ട് തീരുമാനിക്കണമെങ്കിൽ എവിടെ പോകണം? അതിന് തങ്ങളെടുത്ത് പോകണം. തങ്ങളെത്തിപ്പോ ഇപ്പോഴത്തെ തങ്ങൾ പാപ്പ എന്ത് കിട്ടിയാലും അതിനാരെ വിളിക്കണം? എസ് കെക്കാരെ വിളിക്കണം. എസ് കെക്കാര് ഭരണം നടത്താൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട ഗതികേട് ഈ കേരളത്തിൽ ഒരു പൗരനും ഇല്ല. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഞങ്ങളും ഒക്കെ പണ്ട് നിങ്ങളെ കൂടെ നിന്നവർ തന്നെയാണ്. ഈ കൂട്ടത്തിൽ അധിക പേരും അങ്ങനെ തന്നെ. എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നയം, നിലപാട്, തീരുമാനം അതൊക്കെ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചായിരുന്നു. ഇന്ന് ചേളാരി വിഭാഗത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യേണ്ട വളരെ വളരെ താഴ്ന്ന ഒരു നിലപാടിലേക്ക് പാർട്ടി പോകാൻ പാടില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, മുസ്ലിം ലീഗ് തീരുമാനിക്കും, മുസ്ലിം ലീഗ് നടപ്പാക്കും. അത് ജനങ്ങളോട് പറയും. ചേളാരിക്കാരി എഴുതി കൊടുത്തത് തങ്ങൾ പാപ്പാന്റെ മേശപ്പുറത്ത്, അത് തങ്ങൾ പാപ്പ പറയണത് എല്ലാം തീരുമാനം. ഇതിനാണെങ്കിൽ പിന്നെ വോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇനി നമുക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒരു ജനാധിപത്യ രാജ്യത്ത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മുന്നണി സംവിധാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ ലീഗിന്റെ ഉത്തരവാദപ്പെട്ടവരോട് ഞങ്ങൾ ഉണർത്തിയിട്ടുണ്ട്, ഈ നിലപാട് ശരിയല്ല. പലപ്പോഴും പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ശാന്തമായ അവസ്ഥയിൽ അവരോട് ഒരുപാട് കാര്യങ്ങൾ ഉണർത്തി. പക്ഷേ അതെല്ലാം ഞങ്ങളെ ഒരു മയക്ക് വെടിവെച്ചുകൊണ്ട് ഉറക്കിക്കളത്താനല്ലാതെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഈ പ്രക്ഷോഭം നടത്തേണ്ടി വന്നത്. നേരത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇനിയും പ്രക്ഷോഭങ്ങളുടെ മാലപ്പടക്കങ്ങൾ ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ വാദസമയത്ത് വക്കീലന്മാരും മറ്റ് മെമ്പർമാരും ഉന്നയിക്കുന്ന നിയമതടസ്സങ്ങളും ക്രമക്കേടുകളും പരിഗണിക്കാതിരിക്കുക എന്നത് വഖഫ് ബോർഡിന്റെ സ്ഥിരം സമയമാണ്. മെമ്പർമാരുടെ ഡിക്റ്റേഷൻ കൂടാതെ ഫയലുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇഷ്ടമുള്ളത് ഒപ്പിട്ട് കൊണ്ടുവരിക എന്നതാണ് തലശ്ശേരിയിലെ നേരത്തെ പറഞ്ഞ വക്കീലിന്റെ സ്വഭാവം. അതിന് അഫ്ഫഷിന്റെ ആട് മാതിരി മൂളിക്കൊടുക്കാൻ മൈനാജിയും ഉണ്ടാകും. ഓപ്പൺ കോർട്ടിൽ വെച്ച് മറ്റ് മെമ്പർമാരെ നോക്കുകുത്തികളാക്കി എതിർ വക്കീലുമാരെ അവഗണിച്ച് നല്ലോണം ആചാര്യമായി സൈനുദ്ദീൻ കുറുക്ക് ചർച്ച നടത്തിയിട്ടാണ് വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ ഓരോന്നും പുറത്തേക്ക് വിടുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, AP വിഭാഗമാണ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ക്രമപ്രശ്നം ആരോപിക്കുക, അപേക്ഷ കേസ് ഫയലിലേക്ക് മാറ്റുക, അനന്തമായി നീട്ടിക്കൊണ്ടുപോവുക. വഖഫിന്റെ നിർമ്മാണ പ്രവർത്തികൾ AP വിഭാഗത്തിന്റേതാണെങ്കിൽ പെർമിഷൻ അനുവദിക്കാതെ നീട്ടിക്കൊണ്ടുപോവുക. പത്തനാപുരം ജുമാഅത്ത് പള്ളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. മറ്റൊരു സംഭവം നിങ്ങൾ കേൾക്കണം. ഒരിക്കലും വഖഫ് ആക്ടിലോ വഖഫ് റൂൾസിലോ എവിടെയും സെഷൻ 32 മുഴുവനും വായിച്ചാൽ ഖാളി നിയമനം, പള്ളിയിൽ ജുമുഅ തുടങ്ങുക, ഈ വിഷയത്തിൽ വഖഫ് ബോർഡിന് യാതൊരു റോളുമില്ല. പക്ഷേ കേരളത്തിലെ വഖഫ് ബോർഡ് മാത്രം എന്താ ചെയ്തത്? യൂണിവേഴ്സിറ്റിക്കടുത്ത് ഷർണൂർ പാണക്കാട് പള്ളിയിൽ ജുമുഅ സ്ഥാപിക്കുന്നതിന് ആകെ എതിർപ്പ് ആർക്ക് മാത്രമാണ്? വഖഫ് ബോർഡിന് മാത്രം. വഖഫ് ബോർഡിന് ജുമുഅയുടെ കാര്യം സംസാരിക്കാൻ എന്തധികാരമുണ്ട്? വഖഫ് ബോർഡിന് ജുമുഅ നിർത്തലും ജുമുഅയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ടിൽ എവിടെയെങ്കിലും ഒരു പരാമർശമുണ്ടോ? വഖഫ് ബോർഡ് അനധികൃതമായി മുസ്ലിം പള്ളികളിലേക്ക് കയറി വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മുസ്ലിമീങ്ങളെ, അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലെ മുസ്ലിമീങ്ങളെ ഒരു ജുമുഅ നടത്താൻ ഇവിടെ വഖഫ് ബോർഡിന്റെ സമ്മതം കിട്ടിയിട്ട് അവർ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്ത ഇവരെ ഉപയോഗപ്പെടുത്തി നാം ഈ ബോർഡ് തുറത്തിക്കൊണ്ടുപോകുന്ന കാലത്തോളം സമാധാനം പള്ളികളിൽ ഉണ്ടാവുകയില്ല. രണ്ടാമത്തത് ഖാളി നിയമനം.
ഖാദി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ആക്ടിൽ എവിടെയും ഒരു പരാമർശമില്ല. പക്ഷേ കാഞ്ഞങ്ങാട് പൊയ്യത്തുവയൽ പള്ളി മഹലിൽ ഖാസിയെ നിയമിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നത് വഖഫ് ബോർഡ് മാത്രമാണ്. വന്യവയോധികരായ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദിനെയാണ് ആ നാട്ടുകാർ തൃപ്തിപ്പെട്ട് ഖാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ഖാദി സ്ഥാനാരോഹണം അത് സ്റ്റേ ചെയ്തിരിക്കുന്നത്, ജുമുഅ നിർത്തിവെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖാദി നിയമനത്തെ കുറിച്ച് എവിടെയെങ്കിലും വഖഫ് ആക്ടിൽ പരാമർശമുണ്ടോ? ജുമുഅയെ കുറിച്ച് പരാമർശമുണ്ടോ? ജുമുഅത്ത് പള്ളിയും ഖാദിയും ഇതൊക്കെ വഖഫ് ബോർഡിന്റെ പരിധിയിലേക്ക് അനാവശ്യമായി കൊണ്ടുവന്ന് എന്താണ് വഖഫ് ബോർഡിന്റെ നിലപാട്? വഖഫ് ബോർഡ് സ്ഥാപിതമായത് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുക, നാട്ടിലുള്ള വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക. ഇതിനു വേണ്ടി സ്ഥാപിതമായ വഖഫ് ബോർഡ് എന്താ ചെയ്യണത്? നാട്ടിൽ അലങ്കോലമുണ്ടാക്കുക, അനീതിക്ക് കൂട്ടുനിൽക്കുക, അക്രമത്തിന് പ്രേരണ നൽകുക. അതേപോലെ തുടങ്ങിയിട്ട് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്നതിന് സൗകര്യം ചെയ്തു കൊടുക്കുക മാത്രമല്ല, മമ്പുറം മക്കാമിന്റെ വിൽപ്പന പോലത്തെ സംഗതി വഖഫ് സ്വത്തുക്കൾ വിൽപ്പന നടത്താൻ വഖഫ് ബോർഡ് കൂട്ടുനിന്നതല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലത്തെ പ്രവൃത്തികൾ ഒന്നും രണ്ടും നാലുമല്ല, എണ്ണി പറയാനുണ്ട്. കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 300ഓളം സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ആ പൂട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സന്ദർശിച്ചാൽ അറിയാം അവിടുത്തെ ദയനീയാവസ്ഥ. കേസുകൾ നിലനിൽക്കുന്ന ആനക്കോയം, മുടിക്കോട്, വാഴയൂര്, മൂളപ്പുറം, വള്ളിക്കുന്ന്, പരുത്തിക്കോട്, കീഴ്പറമ്പ്, ചൂരോട്ട്, ജുമാഅത്ത് പള്ളി, കൂട്ടാവ്, അതുപോലെ തന്നെ ഇന്ത്യന്നൂര്, 4 കേസാണ് ഇന്ത്യന്നൂര് നിലനിൽക്കുന്നത്. വെന്നിയൂര്, വലിയ പറപ്പൂര്, വറ്റല്ലൂര്, ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ മാത്രം എത്രയാണ് സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്നതും കേസ് നിലനിൽക്കുന്നതും. ഇതൊക്കെ ഉണ്ടായിട്ടും തങ്ങൾ പാപ്പ നിങ്ങളെ സ്വന്തം നാട്ടിലല്ലേ ഇത് നടക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ തങ്ങൾക്കെതിരെ പള്ളി പൂട്ടിയ അത് സ്വർഗത്തേക്ക് പോണ വഴിയാ. മുർഷിദുൽ ആന മദ്രസ ഇന്ത്യന്നൂര് 3 കേസുകൾ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയ നിലമ്പൂർ, ഈസ്റ്റ് പത്തനാപുരത്ത് 4 കേസാണ് നിലനിൽക്കുന്നത്. തർബിയത്തുൽ ഇസ്ലാം സംഘം, കൊമ്പങ്കല്ല് ജുമാഅത്ത് പള്ളി, കണ്ണമംഗലം വെസ്റ്റ് കാരാട്ടുങ്ങൽ, വലിയ പറപ്പൂർ ജുമാഅത്ത് പള്ളി, കരിപ്പൂര് വെള്ളാരമേട് ജുമാഅത്ത് പള്ളി, ചേരേമാട് ജുമാഅത്ത് പള്ളി, ഇരുമ്പുചോല, വീക്കപ്പടി ദാറുൽ ഇസ്ലാം, അതുപോലെ തന്നെ വള്ളിക്കുന്ന്, ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് മഞ്ഞപ്പെട്ടി, ചറമംഗലം, ഷൗക്കുൽ ഇസ്ലാം മദ്രസ, കരുളായി ചെട്ടി, അനന്താവൂര്, മുഖീമുസുന്ന, അവിടെയൊക്കെയുള്ള പ്രവർത്തകർ എത്ര കഷ്ടപ്പാടിലാണെന്നറിയോ? അനന്താവൂരിലൊക്കെ പ്രവർത്തകന്മാർ കണ്ണീര് കുടിച്ചിട്ടുണ്ട്. അവരെ സ്വന്തം സ്വത്ത് വിറ്റും അവരെ ഭാര്യമാരുടെ കെട്ടുതാരി വിറ്റ് വരെ കേസ് നടത്തേണ്ട ഗതികേട് ഈ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മുനവ്വിറുൽ ഇസ്ലാം മദ്രസ തിരൂര്, മൂന്നിയൂര് കോടിയാലുകൾച്ചിന, മമ്പൗലൂര് മദ്രസ തിരൂരങ്ങാടി, പാലങ്ങാട് പാലക്കോട് സുബുലുസലാം മദ്രസ, എടയൂര് മുഈനുൽ ഇസ്ലാം മദ്രസ. എത്ര കാലമായി ഇതൊക്കെ കേസ് നടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വിഭാഗം നടത്തുന്ന മദ്രസ നാട്ടുമധ്യത്തിൽ തീർന്ന് ആ കെട്ടിടം അവർക്ക്, ഈ കെട്ടിടം ഇവർക്ക് തീരുമാനമായി. മറ്റവരെ കെട്ടിടം പുതുക്കി പണിയുമ്പോൾ നമ്മൾ സഹകരിച്ചു കൊടുത്തു. നമ്മുടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി പണി ആരംഭിക്കുമ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുന്ന മദ്രസ കെട്ടിടങ്ങളെ കാലുകൾ പൊന്തി എത്ര വർഷം നിൽക്കുന്നതുണ്ട്. തങ്ങൾ പാപ്പ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ? ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വോട്ടും ഇലക്ഷനും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ മാത്രം സുന്നികൾക്കൊരു മഴയ്ക്ക് വെടി കൊണ്ട് ഉറങ്ങിക്കിടക്കുമെന്ന വിചാരം വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, നമ്മുടെ വോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സമ്മതിദാനം അവകാശം എന്ന് പറയുന്നത് നാട്ടിലിറക്കി മുദ്രാവാക്യം വിളിക്കാനുള്ളതല്ല. ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇനം തിരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ചെയ്യാനുള്ളതല്ല. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, AP ഉസ്താദ് സ്ഥാപിച്ചിരിക്കുന്ന 3000 ജുമാഅത്ത് പള്ളി, 10,000 മദ്രസ, 350ഓളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതുപോലെ തന്നെ 300-ലധികം വരുന്ന ദഅവ കോളേജുകൾ. ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നതിന് ആവശ്യമായ ഒരു വോട്ട്. ഇവിടെ എല്ലാം വഖഫ് ബോർഡിനെ കൊണ്ട് നമ്മളെ പള്ളി പൂട്ടിക്കുന്ന, കോളേജ് പൂട്ടിക്കുന്ന, കുട്ടികളെ പിരിച്ചുവിടുന്ന, നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന അവർക്ക് വോട്ട് കൊടുത്ത് പടച്ചോന്റെ അടുക്കൽ കെട്ടുകാരാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.